ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളിപ്പോൾ രാവിലെ പോകുന്ന അമ്പലത്തിലോട്ട് പോവാണ്. ഞങ്ങൾ എല്ലാ കൊല്ലവും ഈ അമ്പലത്തിൽ തന്നെയാണ് പോകാറുള്ളത്. ഈ ഒരു ദിവസം ഇതുവരെ അതിനൊരു മുടക്കം വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റു അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇതാണ് അമ്പലം, ഉമാമഹേശ്വരി ക്ഷേത്രമാണ്. കല്യാണം കഴിഞ്ഞവർ പോകണം എന്ന് അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ ഇതുവരെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, എട്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, എട്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഡേറ്റ് കൂടെ പറ. ഇന്ന് 31/12/2025. 8 വർഷം. അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ പോയി. ജോലിക്ക് പോകാൻ പോവാ. ജോലിക്ക് പോകണം. അമ്പലത്തിൽ പോയിട്ട് രാവിലത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ജോലിക്ക് പോകും. അതെ. പയർ പരിപ്പ്, വെഡിങ് ആനിവേഴ്സറി. ഏട്ടനുള്ള ഗിഫ്റ്റ് കൊടുക്കാം. അലമാര സ്വർണ്ണമൊന്നുമല്ല. ഓടിപ്പോ, ജോലിക്കോ, ജോലിക്കോട്ടെ. വേറെ പരിപാടിയൊന്നുമില്ല. ഇത് പിടിച്ചപ്പോൾ ഒരു മിനിറ്റ് ഇട്ട് കൊടുക്കട്ടെ. വലിയ വിലയൊന്നും ഉണ്ടാവില്ല. കൊച്ചു ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞു. ഓടിപ്പോ, ഏട്ടൻ പോവുക. ഇനി നമുക്ക് ചായയൊക്കെ കുടിച്ച്, ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ വൈകിട്ട് വരുമായിരിക്കും. ചായ കുടിക്കട്ടെ. ചായയൊക്കെ ചൂടാക്കി ചായ ഗായ്സ്. അങ്ങനെ അനിയൻ താണ്ട് കേക്കൊക്കെ ആയിട്ട് വരികയാണ്. സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടുവരികയാണ്. ഒട്ടുമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഏട്ടൻ എടുത്തു വെച്ച വീഡിയോ ആണ്. അച്ഛനും അമ്മയും അമ്മാമ്മയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി ന്യൂ ഇയർ പാർട്ടിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ മോളെ റെഡിയാക്കി, ഏട്ടനെ റെഡിയായി. അപ്പം ഞാനാണ് ഏറ്റവും അവസാനം റെഡി ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കണ്ടില്ല അനിയൻ വന്ന സമയം.
അങ്ങനെ അയാൾ സർപ്രൈസായിട്ടൊരു കേക്കൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് തന്ന് ഞങ്ങൾ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് മോളുടെ സന്തോഷം പ്രകടിപ്പിച്ചത് കണ്ടില്ല. അവളെന്നെ കടിച്ച് പറിച്ചിട്ടാണ് സന്തോഷം പ്രകടിപ്പിച്ചത്. നല്ല വേദനിച്ചു. പിന്നെ ആ ഒരു സന്തോഷം ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ അങ്ങനെ പാർട്ടിയൊന്നും നടത്തുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം രാത്രിയിലാവുമല്ലോ ജോലി, വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഒട്ടുകെ ഒരു രീതിയിലും പാർട്ടി നമ്മൾ പാർട്ടി എന്നല്ല, നമ്മൾ ഒന്നും തന്നെ അറേഞ്ച് ചെയ്തില്ല. കാരണം രാത്രിയാകുമ്പോൾ പിന്നെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷന് വേണ്ടി എല്ലാവരും പോകുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു സംഭവമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും വന്നപ്പോഴും ഞാൻ വിചാരിച്ചില്ല, കാരണം അവർ നോർമലി വരും, അതുകൊണ്ടൊക്കെ വന്നതാണ്. പക്ഷെ അനിയൻ വന്നപ്പം സത്യമായിട്ടും ഞാൻ നല്ലപോലെ ഇതായി. അങ്ങനെ ഞങ്ങളതൊക്കെ കേക്കൊക്കെ കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛനും അനിയനും പോയി. പിന്നീട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടി പോയതാണ്. തങ്കശ്ശേരിയിലുള്ള ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോയത്. നമ്മൾ 2-3 കൊല്ലം കൊണ്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അമ്മയും ഞാനും ഏട്ടനും മോളുമാണ് ഉണ്ടായിരുന്നത്. അനിയൻ പിന്നെ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകും. അച്ഛൻ അങ്ങനെ രാത്രിയിൽ എവിടോട്ടും വരാറില്ല, അതുകൊണ്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിക്കുന്നത് എന്തിനാണ്? ന്യൂ ഇയർ ആഘോഷിക്കാൻ. ന്യൂ ഇയർ ആഘോഷിക്കുന്ന വന്ന് തങ്കശ്ശേരിയിൽ ബീച്ചിൻ്റെ ഇപ്പുറത്തുള്ള ബീച്ചിൽ മണ്ണി കളിക്കുന്നു. അല്ല സുശൽ മണ്ണി കളിക്കാൻ വന്ന ആൾ മണ്ണി കളിക്കുന്നത് കേട്ടോ, മണ്ണി കളിക്കുക. അപ്പം ഇപ്പം ആയില്ല, ആവുമ്പോഴേക്കും ഞാൻ വരാം. അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ ന്യൂ ഇയർ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് തിമർക്ക് ആഘോഷിച്ചതിന് ശേഷം ഞാൻ മേളിലോട്ട് വന്നതാണ്. മേളിലോട്ട് വന്നപ്പോൾ എടുത്തൊരു വ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.